നമസ്കാരം. ഇന്നലെ നടി ഷീലു എബ്രഹാം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ കാണിച്ചു തന്നു എന്ന് പറഞ്ഞാണ് ആ ഒരു പോസ്റ്റ് എഴുതിയേക്കുന്നത്. അതിൽ മെൻഷൻ ചെയ്തേക്കുന്നത് നടന്മാരായിട്ടുള്ള ടോവിനോയെയും ആസിഫ് അലിയെയും പെപ്പയുമാണ്. അപ്പോൾ ഓണത്തിന് റിലീസാകുന്ന ഇവരുടെ ചിത്രങ്ങൾ എന്ത് ചെയ്തു? ഈ ആസിഫ് അലിയും ടോവിനോയും പെപ്പയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്തു. അപ്പൊ അതാണ് അങ്ങനെ ഒരു പോസ്റ്റ് എഴുതാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ആകുന്നത് എന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ ക്രിയേറ്റ് ചെയ്യും അത്രേ. ഞങ്ങളുടെ ചിത്രമായിട്ടുള്ള ബാഡ് ബോയ്സും എന്താണ് റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചേക്കുന്നത്. അവര് സുഹൃത്തുക്കളാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? അവരുടെ ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്തു. അവരുടെ ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്തു എന്ന് വിചാരിച്ച് ഓണത്തിന് ഇറങ്ങുന്ന ബാക്കി ചിത്രങ്ങൾ കാണരുത്, ഓണത്തിന് ഞങ്ങളുടെ ചിത്രങ്ങൾ മാത്രമേ ഇറങ്ങുന്നുള്ളൂ എന്നൊന്നും അവർ പറയുന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമയ്ക്ക് പ്രൊമോഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ പ്രൊമോഷൻ പല രീതിയിൽ പല ഭാവത്തിൽ നടത്താറുണ്ട്. പരസ്യങ്ങളിലൂടെ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റഗ്രാം വഴി, അങ്ങനെ പല രീതിയിൽ പല ഭാവത്തിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോഷനുകൾ നടത്താറുണ്ട്. നേരത്തെ ഇല്ലാത്ത ഇപ്പൊ കണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. യൂട്യൂബ് ചാനലുകൾ വഴി, യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് വഴി ഇതുപോലുള്ള നടന്മാരെ സമീപിച്ചിട്ട് അവര് വലിയ സ്കിറ്റുകളൊക്കെ ചെയ്ത് അങ്ങനെ ഇപ്പൊ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ പ്രൊമോഷൻ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്, ഒരു സിനിമയ്ക്ക് അത്യാവശ്യമാണ്, സിനിമയിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. അപ്പൊ അവര് സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? അവര് ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്തു. അതിനകത്ത് ഇത്രയും ഒരു പവർ ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ അതിനെ വിശേഷിപ്പിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അവര് പ്രൊമോട്ട് ചെയ്തില്ല എങ്കിൽ പോലും നല്ല ചിത്രമാണ് എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ പോയി കാണുമോ? ഉറപ്പായിട്ടും കാണും. ചിലപ്പോൾ ആദ്യ ദിവസം ആളില്ല എങ്കിൽ പോലും ആദ്യത്തെ ദിവസം കണ്ട ആൾക്കാരെ ഇത് നല്ല ചിത്രമാണ് എന്ന് പറഞ്ഞ് പിന്നെ തിയേറ്ററിലേക്ക് ആൾ കയറിക്കോളും. നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്, നല്ലതാണ് എന്നുണ്ടെങ്കിൽ ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള കണ്ടന്റ് ആ സിനിമയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിപ്പിച്ചു വിടും. അതേസമയം എത്ര പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര ആൾക്കാർ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ചിത്രത്തിൽ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നുമില്ല എന്ന് പറയാൻ നമ്മൾ ഒരു മടിയും കാണിക്കാറില്ല. അങ്ങനെ സ്വഭാവമുള്ള ആൾക്കാരാണ് മലയാളികൾ. അപ്പൊ ചിത്രം നല്ലതാണെങ്കിൽ ആര് പ്രൊമോട്ട് ചെയ്തില്ലേലും ആരിടിച്ച് താഴ്ത്തിയാലും എന്ത് സംഭവിക്കും? ചിത്രം കാണാൻ ആൾക്കാരുണ്ടാകും, അത് വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പോസ്റ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പ്രശ്നങ്ങളാണ്. മലയാള സിനിമയിലെ പല ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ്, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനമാണ്. അപ്പൊ ആ ഒരു ലെവലിൽ വരെ കാര്യങ്ങൾ എത്തി. അപ്പൊ മിനിഞ്ഞാന്നൊരു വാർത്ത ഞാൻ കണ്ടു, അമ്മയിൽ പിളർപ്പുണ്ടാകാൻ പോകുന്നു, അമ്മയിലുള്ള പല ആൾക്കാരും അവിടുന്ന് പിൻവാങ്ങി വേറെ സംഘടനയൊക്കെ രൂപീകരിക്കാൻ വേണ്ടി പോകുന്നു. സത്യത്തില് പ്രശ്നം തുടങ്ങി വെച്ചത് തന്നെ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയാണ്. കാരണം സിനിമ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സിനിമയിലെ നടന്മാർക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പല നടന്മാർക്കും അവസരം കൊടുക്കാറില്ല, അവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ തന്നെ. അപ്പം അവർക്ക് തമ്മിൽ തന്നെ ഒരു ഒത്തൊരുമയില്ല. അതാണ് എല്ലാ വിഷയങ്ങൾക്കും കാരണം. ഇവർക്ക് പരസ്പരം ഒരു ഒത്തൊരുമയുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ ഇവിടെ ഷീലു എബ്രഹാം ചെയ്തതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രൊമോഷനാണ്. അതായത് ഷീലു എബ്രഹാം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അതിനേക്ക് ശ്രദ്ധിച്ചില്ലേ? അതായത് ടോവിനോയെയും പെപ്പയെയും ആസിഫ് അലിയെയും മെൻഷൻ ചെയ്ത് നിങ്ങൾ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് പുള്ളിക്കാരിയുടെ സിനിമയുടെ ഒരു പ്രൊമോഷൻ അല്ലേ? അപ്പം ആർക്കും അവരുടെ താല്പര്യാനുസരണമുള്ള എന്ത് കാര്യവും ചെയ്യാം. അതിനകത്ത് വിമർശിക്കാൻ വേണ്ടി നമുക്ക് അവകാശമുണ്ടോ? ഒരിക്കലുമില്ല. വെറുതെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ. പിന്നെ അതേ കാര്യം തന്നെ ഒമർ ലുലുവും ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഒമർ ലുലു ആണ് ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ. അപ്പം പൊതുവെ ഇപ്പം മലയാള സിനിമയിൽ നിന്ന് ആൾക്കാർ വിട്ടു നിൽക്കുകയാണ്, തിയേറ്ററുകളിലേക്കൊന്നും ആൾക്കാർ പോകുന്നില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഇവർ മൂന്നുപേരും, ഈ മൂന്ന് നടന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്തത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ്. കാരണം അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ കാണട്ടെ എന്നുള്ള രീതിയിലായിരിക്കണം അവര് എന്ത് ചെയ്തത്? പ്രൊമോട്ട് ചെയ്തത്. ഏതായാലും ആ ഒരു കാര്യത്തെക്കുറിച്ച് ആസിഫ് അലി എന്താണ് പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. മൂന്നുപേരും കൂടെ പെട്ടെന്ന് രാത്രി ഉണ്ടായ ഒരു ഫോൺ സംസാരമാണ്. അതിന്റെ ആരും തഴയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. തിയേറ്ററിലേക്ക് ആള് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ആവശ്യമില്ലാതെ ഈ കാര്യങ്ങൾ വളച്ചൊടിക്കുകയും അങ്ങനെയൊന്നും ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. അവരങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചു, അവര് പ്രൊമോട്ട് ചെയ്തു, അവര് വീഡിയോ എടുത്തിട്ടു, സംഭവം അതോടുകൂടി കഴിഞ്ഞു. പിന്നെ അത് ഷീലു എബ്രഹാം എടുത്തിട്ടത് മിസ്അണ്ടർസ്റ്റാൻഡിങ് പരത്തുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ടു. അത് പിന്നെ എല്ലാ ആൾക്കാരും എടുത്തു. പിന്നെ മാധ്യമങ്ങളും മീഡിയാസും ഒക്കെ അത് ചർച്ച ചെയ്യുന്നു. സിനിമയിലെ പവർ ഗ്രൂപ്പുകളാണ് ഇപ്പൊ ടോവിനോയും. ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തു? ചർച്ച മാറി. ഇത്രയേ ഉള്ളായിരുന്ന കാര്യം. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണ പരത്തുന്നത് ആരാണ്? ഇവര് തന്നെയാണ്. ഇതിന് പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു.